Next topic is equipotential surface. ആ ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഈക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത് അല്ലേ. ഈക്വൽ പൊട്ടൻഷ്യൽ ഓവർ ദ സർഫസ് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർഫസ് നമ്മൾ കൺസിഡർ ചെയ്താൽ ആ സർഫസിലെ എല്ലാ പോയിന്റ്സിലും അവിടുത്തെ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ദ പൊട്ടൻഷ്യൽ റിമെയിൻസ് ദ സെയിം എവരിവെയർ അപ്പോൺ എ സർഫസ്. ദാറ്റ് ഈസ് കോൾഡ് ഈക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പം എങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു ചാർജ് ഉണ്ട്, ഡിക്കോൺ ചാർജ് Q അറ്റ് എ ഡിസ്റ്റൻസ് R ഫ്രം എ പോയിന്റ്. അപ്പം ഇവിടെ ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് പഠിച്ചിട്ടുണ്ട് V is equal to 1/4πε0 Q/R എന്നാണ് അല്ലേ. ഇനി ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ ഇവിടെയാണ് കൺസിഡർ ചെയ്തത് അല്ലേ. ഇഫ് ഇറ്റ് ഈസ് kept a distance R from this surface, at that point also the potential is 1/4πε0 Q/R. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റിലാണ് നമ്മൾ കൺസിഡർ ചെയ്ത് ആ ഡിസ്റ്റൻസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോയിന്റും അവിടുത്തെ പൊട്ടൻഷ്യൽ, അങ്ങനെ ഏത് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താലും ആ പോയിന്റിലെല്ലാം അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് V is equal to 1/4πε0 Q/R എന്നായിരിക്കും. അപ്പോൾ നമ്മൾ ആ സർഫസിനെ ഇങ്ങോട്ട് R ഡിസ്റ്റൻസിൽ നമ്മൾ കൺസിഡർ ചെയ്തു ആ ഉള്ളിലേക്ക്, അങ്ങനെ മൊത്തം നമ്മൾ കണക്കാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സർഫസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു സ്ഫെറിക്കൽ സർഫസ് ആയിരിക്കും. അപ്പോൾ ആ സ്ഫെറിക്കൽ സർഫസിലെ എല്ലായിടത്തും അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സെയിം ഡിസ്റ്റൻസ്. സോ വി ക്യാൻ കമ്പൈൻ ദീസ് പോയിന്റ്സ്, ഇറ്റ് വിൽ ബിക്കം എ സ്ഫെറിക്കൽ സർഫസ് അല്ലേ. സ്മോൾ ഡിസ്റ്റൻസിലാണ് നമ്മൾ എടുത്തതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടും. വേറെ ഒരു R ഡിസ്റ്റൻസിലാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ പൊട്ടൻഷ്യൽ സർഫസ്. അപ്പോൾ ഇതൊക്കെ കോൺസെൻട്രിക് സ്ഫെറിക്കൽ സർഫസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സർഫസിലെ എല്ലായിടത്തും അവിടുത്തെ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഇതാണ് R ഡിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്തതെങ്കിൽ ഇവിടെ ഈ സർഫസിലെ എല്ലാ പോയിന്റ്സിലും അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് ഓർ ഈക്വൽ. സോ ദാറ്റ് ഈസ് ഈക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇനി ഇങ്ങനെ നമ്മൾ പൊട്ടൻഷ്യൽ സർഫസ് നമ്മൾ അകലം അല്ലെ ഡിസ്റ്റൻസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വന്ന് ഈ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്ത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വന്നാൽ അകലം കൂടി പോകുന്നതിനനുസരിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഇറ്റ് ബിക്കംസ് പാരലൽ അല്ലേ. സോ പാരലൽ സർഫസ് ദേ ആർ ആൾസോ ഈക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. ദിസ് ഈസ് ഈക്വിപൊട്ടൻഷ്യൽ സർഫസ്. പാരലൽ സർഫസ് ആർ ഈക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവ്രിവെയർ ദ പൊട്ടൻഷ്യൽ റിമെയിൻസ് ദ സെയിം എന്നാണ് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന സർട്ടൻ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ് ആദ്യത്തെ പ്രോപ്പർട്ടി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ് ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് എ ചാർജ്. ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഓൺ ആൻ ഈക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈസ് 0. അപ്പോൾ ഈക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ഫെറിക്കൽ ആയിക്കോട്ടെ പ്ലെയിൻ സർഫസ് ആയിക്കോട്ടെ എല്ലാം ഈക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ഈക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി പോയിന്റ് ദ പൊട്ടൻഷ്യൽ റിമെയിൻസ് ദ സെയിം ഓർ കോൺസ്റ്റന്റ് എന്നുള്ളതാണ് ഈക്വിപൊട്ടൻഷ്യൽ സർഫസ്. അങ്ങനെ ഒരു സർഫസിൽ നമ്മൾ ചാർജിനെ മൂവ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വർക്ക് ചെയ്യണം. ആ ചെയ്യുന്ന വർക്ക് 0 ആണെന്നാണ് ആദ്യത്തെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോക്കാം എങ്ങനെയാണ്. ദ വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഓൺ ആൻ ഈക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈസ് 0 ആണെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. Let us have a spherical surface or equipotential surface. ഈ സർഫസിൽ നമ്മളൊരു ചാർജ് കൺസിഡർ ചെയ്തു ആൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷൻ ഈസ് ദർ. ഇനി we have to move a point charge from A to B. A to B എന്ന പോയിന്റിലേക്ക് എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് നമുക്കൊരു ചാർജിനെ മൂവ് ചെയ്യിക്കണം. ആ മൂവ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു വർക്ക് ചെയ്യേണ്ടതുണ്ട്.
ഇനി എ എന്ന പോയിന്റ് കൊണ്ട് ആ ചാർജ് എക്വയർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി എ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ബി എന്ന പോയിന്റ് കൊണ്ട് ആ ചാർജ് എക്വയർ ചെയ്യുന്ന വോൾട്ടേജിനെ അല്ലെങ്കിൽ പൊട്ടൻഷ്യലിനെ നമുക്ക് വി ബി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇനി എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് ചാർജിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ വി ഹാവ് ടു ഡു എ വർക്ക് കാണാൻ നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലെ. ചെറിയൊരു ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യിക്കണമെങ്കിൽ ചെറിയൊരു വർക്കാണ് നമ്മളവിടെ ചെയ്യേണ്ടാവുക. സോ വി ക്യാൻ ഹാവ് ദ വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു Q ഇൻറ്റു വി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. വി ഈസ് ഈക്വൽ ടു W ബൈ Q. വി ഹാവ് ടു do a work in order to move a charge from one point to another. അപ്പോൾ ഇതിൽ നിന്ന് വർക്ക് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം W is equal to Q into V എന്നാണ്. ഇവിടെ V എന്ന് പറയുന്നതിന് നമുക്ക് എന്താ കിട്ടേണ്ടത്? B എന്ന പോയിന്റിലേക്കാണ് A എന്ന പോയിന്റിൽ നിന്ന് ചാർജിനെ മൂവ് ചെയ്യിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എന്നുള്ളതാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിക്ക് പകരം നമുക്ക് കൊടുക്കാം Q ഇൻറ്റു വി. ഫൈനൽ പൊസിഷൻ ഏതാ? വി ബി. വി ബി മൈനസ് വി എ എന്നായിട്ട് മാറും. ഇനി നമ്മളെടുത്ത ഈ സർഫസിന്റെ പ്രത്യേകത എന്താണ്? അതൊരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ആ ഇക്യു പൊട്ടൻഷ്യൽ സർഫസിലെ ഏത് പോയിന്റ്സിലും ആ പൊട്ടൻഷ്യലിന്റെ വാല്യൂ സെയിം ആയിരിക്കും. അപ്പോൾ വി എ എന്നുള്ളതും വി ബി എന്ന് പറയുന്നതും ഈക്വൽ ആണ്. സോ വി എ ഈസ് ഈക്വൽ ടു വി ബി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വി ബിക്ക് പകരം നമുക്ക് വി എ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ വി എക്ക് പകരം വി ബി എന്ന് കൊടുക്കാം. രണ്ട് കൊടുത്താലും ഇവിടെ ഈ ക്വാണ്ടിറ്റി എന്തായിട്ട് മാറും? ദിസ് വിൽ ബിക്കം 0. സോ the work done to move a charge upon an equipotential surface, it remains 0 എന്നുള്ളത് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. So that is the first property of equipotential surface, that is work done to move a charge on an equipotential surface is 0. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് the direction of electric field is perpendicular to equipotential surface ആണ്. അപ്പം നമ്മൾ നേരത്തെ ഒരു സർഫസ് കൺസിഡർ ചെയ്തിരുന്നു, അതായത് ഒരു ക്യൂ ചാർജ് ഒരു ആ ഡിസ്റ്റൻസിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തും ഒരേപോലെ ഡിസ്റ്റൻസ്. അപ്പോൾ ഇതൊരു എല്ലായിടത്തും അവിടുത്തെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. അതുപോലെ കുറേ മറ്റൊരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് അവിടുത്തെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഔട്ട്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും. ഈ ഫീൽഡ് ഡയറക്ഷൻ ഈസ് ആക്ടിങ് അലോങ് ദിസ് ഡിറക്ഷൻ. അപ്പോൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. ഈ ഒരു സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നിൽക്കുന്നത്. ഈ സർഫസ് ആണെന്നുണ്ടെങ്കിൽ ഇതിനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ്. ഈ ഒരു സർഫസ് എടുത്താൽ ഇവിടെ ഈ ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അത് നമുക്കൊന്ന് തെളിയിക്കാം അല്ലെ. ഇതിൽ നിന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ്. അത് പ്രൂഫായിട്ട് നമ്മൾ നോക്കുകയാണ്. വി ആർ കൺസിഡറിങ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. എന്താണ് തെളിയിക്കേണ്ടത്? ഈ സർഫസിന് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ് എന്നുള്ളതാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ ഈ സർഫസിൽ ഒരു ചാർജ് ക്യൂ നമ്മൾ കൺസിഡർ ചെയ്തു. അതിന്റെ ഫലമായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് ഈ വരച്ചിട്ടുള്ളത്. ഇനി ഈ ക്യൂ ചാർജിന് നമ്മൾ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ we get two components, one along x-axis and the other along y-axis അല്ലേ. അപ്പോൾ ഇവിടെ ഈ സർഫസുമായിട്ട് ഈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ തീറ്റ ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കോമ്പണന്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും കിട്ടുക? ഈ കോസ് തീറ്റ. തീറ്റ അടുത്തുള്ളത് ഈ കോസ് തീറ്റ. ഈ കോമ്പണന്റ് അപ്പോൾ ഏതായിരിക്കും? ഈ സൈൻ തീറ്റ എന്ന് കിട്ടും. അപ്പോൾ ക്യൂ ചാർജിനെ നമ്മൾ ഈ കോസ് തീറ്റ ഡയറക്ഷനിൽ നമ്മൾ മൂവ് ചെയ്യിക്കുകയാണ്. ആ മൂവ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വർക്ക് ചെയ്യണം. ഇനി വർക്ക് കാണാനുള്ള ഇക്വേഷൻ
നമുക്കറിയാം dw സ്മോൾ ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യിക്കണമെങ്കിൽ ചെറിയ വർക്ക്. സോ വർക്ക് w ഈസ് ഈക്വൽ ടു q ഇൻറ്റു dv എന്ന് എഴുതാം അല്ലേ. ഇതേ വർക്കിന് നമ്മൾ മറ്റൊരു സ്മോൾ ചാർജ് വി ആർ മൂവിങ് q ഇൻറ്റു dv. ഇനി ഇതേ വർക്കിന് നമ്മൾ മറ്റൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് dw is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് dx അല്ലെ. ചെറിയ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഫോഴ്സിനുള്ള ഇക്വേഷൻ നമുക്കറിയാം F is equal to QE ആണ്. രണ്ടും വർക്കിനെയാണ് അല്ലേ സൂചിപ്പിക്കുന്നത്. അപ്പം we have to move this charge along this direction along x-axis. അപ്പം ചെയ്യാൻ നമ്മളൊരു വർക്ക് ചെയ്യണം. ആ വർക്കിന് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇനി ഫോഴ്സിന് നമ്മൾക്ക് അറിയാവുന്ന ഇക്വേഷനാണ് F is equal to QE അല്ലേ. E is equal to F by Q or F is equal to Q. Q ചാർജിനെ ഈ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുന്ന സമയത്ത് അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആൻഡ് ഈസ് ഗിവൺ ബൈ F is equal to QE. ആ ഇവിടുത്തെ ഈ ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എടുക്കുമ്പം നമുക്ക് എന്തുകൂടി വേണം, ഈ കോസ് തീറ്റയും കൂടി എടുക്കണം. സോ വി ക്യാൻ റൈറ്റ് ദിസ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു QE കോസ് തീറ്റ ഇൻറ്റു dx എന്നായിട്ട് വരും. ഇനി നമ്മൾ എടുത്ത സർഫസ് എന്താണ്, ഒരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഈ ഇക്യു പൊട്ടൻഷ്യൽ സർഫസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ വർക്ക് ഡൺ ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ദിസ് 0 ഈസ് ഈക്വൽ ടു QE dx ഇൻറ്റു കോസ് തീറ്റ എന്ന് നമുക്ക് എഴുതാം. ഇനി ഈ സർഫസിൽ ചാർജ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താവില്ല, 0 ആവില്ല. Q cannot be equal to 0. ഇനി ചാർജ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡും എന്തല്ല, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0. ആൻഡ് വി ആർ മൂവിങ് ദിസ് ചാർജ് എ സ്മോൾ ഡിസ്റ്റൻസ് dx അല്ലേ. അപ്പോൾ dxും എന്താവില്ല, 0 ആവില്ല. പിന്നെ 0 ആവാനുള്ളത് ഏതേ ഉള്ളൂ, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 0. കോസ് തീറ്റ ഈക്വൽ ടു 0 കിട്ടണമെന്നുണ്ടെങ്കിൽ തീറ്റ വിൽ ബി ഈക്വൽ ടു 90 ഡിഗ്രി. കോസ് 90 0. സോ കോസ് 90 is equal to 0, which means theta is equal to 90 degree. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീറ്റ ഇലക്ട്രിക് ഫീൽഡിന്റെ ഈ ഡിറക്ഷൻ will always be perpendicular to this equipotential surface എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിച്ചു. സോ ദിസ് ഇസ് ദ സെക്കൻഡ് പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. നമ്മളൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എടുത്തു, ഒരു ക്യൂ ചാർജിന്റെ ഫലമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിനെ റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കോമ്പണൻസ് കിട്ടി. പാരലൽ കോമ്പണന്റ് ഈസ് ഈ കോസ് തീറ്റ, പെർപെൻഡിക്കുലർ കോമ്പണന്റ് ഈസ് ഈ സൈൻ തീറ്റ. ഇനി നമുക്ക് ഈ ചാർജിനെ മൂവ് ചെയ്യിക്കണം. ആ മൂവ് ചെയ്യുന്നത് എല്ലാം ഈ കോസ് തീറ്റ ഡിറക്ഷനിലാണ്. അപ്പോൾ ചെയ്യുന്ന ഒരു വർക്ക്, ആ വർക്കിന് നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന ഇക്വേഷനിൽ നമ്മൾ substitute ചെയ്തു. and we considered as it is an equipotential surface, the work done will be equal to 0. and substituting we can see that charge cannot be 0, electric field will not be equal to 0, and the displacement will not be equal to 0, and only cos theta is equal to 0. From that theta is equal to 90 degree. That is the second property. Next, third property, that is two equipotential surface never intersect. നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടാവും. ടു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്റ്റ് അല്ലേ. അങ്ങനെ ഇന്റർസെക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് ഡിറക്ഷൻ ഉണ്ടാവും. അതൊരിക്കലും പോസിബിൾ അല്ല എന്നുള്ളതാണ് ദ പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതന്നെയാണ് ഇവിടെയും പറയുന്നത്. ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നെവർ ഇന്റർസെക്റ്റ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഉണ്ട്, രണ്ട് സർഫസ്. ഇതിന് പൊട്ടൻഷ്യൽ V1 ആണ്, ഇതിൻ്റെ പൊട്ടൻഷ്യൽ V2 ആണ്. ഇവിടെയുള്ള എല്ലാ പോയിന്റ്സിലും V1 പൊട്ടൻഷ്യൽ ആണ്, ഇവിടെയുള്ള എല്ലാ പോയിന്റ്സിലും V2 പൊട്ടൻഷ്യൽ ആണ്. ഇപ്പോൾ ഈ രണ്ട് സർഫസുകൾ പരസ്പരം ഇന്റർസെക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, ഇവിടെ V1 പൊട്ടൻഷ്യൽ, ഇവിടെ V2 പൊട്ടൻഷ്യൽ, ഈ ഒരു റീജിയനിൽ അപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടുണ്ടാവും അല്ലേ, വിച്ച് ഇസ് നോട്ട്
പോസിബിൾ. അപ്പോൾ അതിനെ നമുക്കൊരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആണെന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ രണ്ട് കൂടുതൽ പൊട്ടൻഷ്യൽ ഉണ്ടാവും വിച്ച് ഇസ് നോട്ട് പോസിബിൾ. സോ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് നെവർ ഇന്റർസെക്ട്. ഇപ്പം നമ്മൾ നേരത്തെ ഓരോ സർഫസ് കൺസിഡർ ചെയ്തു അല്ലേ? അപ്പോൾ ഇവിടെ ഇത് തമ്മിൽ എന്ത് ചെയ്യുന്നില്ല? ഇന്റർസെക്ട് ചെയ്യുന്നില്ല. ദേ ആർ പാരലൽ ടു ഈച്ച് അതർ ആണ്. അപ്പം സോ ദേ നെവർ ഇന്റർസെക്ട്. ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് നെവർ ഇന്റർസെക്ട്. അങ്ങനെ ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ ആ സർഫസിൽ രണ്ടിൽ കൂടുതൽ പൊട്ടൻഷ്യൽ ഉണ്ടാവും വിച്ച് ഇസ് നോട്ട് പോസിബിൾ അല്ലേ? സോ ദാറ്റ് ഈസ് നോട്ട് two equipotential surface never intersect. So these are the three important properties of equipotential surface. First one, work done to move a charge on equipotential surface is 0. രണ്ടാമത്തേത്, electric field is perpendicular to equipotential surface. And third property, that is two equipotential surface never intersect. If they intersect, they will have more than two potential, which is not possible. So that is the three properties. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് representation of equipotential surface. ഇപ്പൊ നമ്മളൊരു പോയിന്റ് ചാർജ് ആണ് കൺസിഡർ ചെയ്തത്. അപ്പൊ നമുക്കൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജിന് കറസ്പോണ്ടിങ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ടിങ് ഓൾവേസ് ഔട്ട്വേർഡ് ഡിറക്ഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ഫോർ എ പോസിറ്റീവ് ചാർജ് ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഓൾവേസ് ആക്ടിങ് ഔട്ട്വേർഡ് ഡിറക്ഷൻ. ദിസ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് റെപ്രസെന്റേഷൻ. ഇനി ഇവിടെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന്റെ റെപ്രസെന്റേഷൻ കാണിക്കുമ്പം നമുക്കറിയാം ആസ് this is the surface we can draw here. This is one equipotential surface. Next, electric field line. അകലത്തേക്ക് പോകുന്തോറും ഫീൽഡ് പൊട്ടൻഷ്യൽ ഇന്റൻസിറ്റി കുറയും. അതാണ് ഈ അകലത്തിലൂടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ വി ഗെറ്റ് എ കോൺസെൻട്രിക് സർക്കിൾസ് അല്ലേ? സോ ദിസ് ഈസ് ദ റെപ്രസെന്റേഷൻ ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇവിടെ കൂടുതൽ ഡെൻസർ ആയിരിക്കും. കാരണം എന്താണ്? ഇത് ചാർജിനോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് ഫീൽഡ് ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. അതേപോലെ അകന്ന് പോകുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് V= 1/4πε0 Q/r ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിസ്റ്റൻസ് കൂടും തോറും അത് കുറഞ്ഞു വരും. സോ ആ ഒരു വേരിയേഷനാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇനി ഫോർ എ നെഗറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ, ഫോർ നെഗറ്റീവ് ചാർജ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പോയിന്റിങ് ഇൻവേർഡ് ഡിറക്ഷൻ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇൻവേർഡ് ഡിറക്ഷൻ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അവിടെയും നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ദ പൊട്ടൻഷ്യൽ സർഫസ് വിൽ ബി ലൈക്ക് ദിസ്. അടുത്ത വരുന്ന സമയത്ത് ഇതെല്ലാം അടുത്തടുത്തുള്ള സർഫസ് ആയിരിക്കും. പക്ഷെ അകലം ദൂരേക്ക് പോകും തോറും ദ പൊട്ടൻഷ്യൽ ഡിസ്റ്റൻസ് വാരീസ്, ഡിക്രീസസ്. ആ ഒരു അകലം കൂടുന്നവരെ പൊട്ടൻഷ്യൽ ഇഫക്റ്റ് കുറയുമെന്നുള്ളതാണ് ആ ഒരു റെപ്രസെന്റേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സോ ദിസ് ഈസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഫോർ പോയിന്റ് ചാർജ്, പ്ലസ് ക്യൂ ചാർജ് ആൻഡ് മൈനസ് ക്യൂ ചാർജ്. ഇനി ഇത് രണ്ടും വരുന്ന ഒരു ഡയപോൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫോർ ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പ്ലസ് ക്യൂ ചാർജ് ആൻഡ് മൈനസ് ക്യൂ ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഇതാണ് ഒരു ഡൈപോൾ എന്ന് പറയുന്നത് അല്ലേ? ഈ ഡൈപോളിന്റെ കേസിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ റെപ്രസെന്റേഷൻ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് അറ്റ് നെഗറ്റീവ് ചാർജ്. ഇങ്ങനെയായിരുന്നു നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമുക്ക് വരയ്ക്കാൻ സാധിക്കും.
it starts from positive charge and ends at a negative charge. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിട്ട് നമ്മൾ വരച്ചിട്ടുള്ളത്. ഇനി ഇവിടുത്തെ പൊട്ടൻഷ്യൽ റെപ്രസെൻറ്റേഷൻ നമുക്കറിയാം. കാരണം പൊട്ടൻഷ്യൽ ഇവിടെ മോർ ഡെൻസർ ആയതുകൊണ്ട് തന്നെ പ്ലസ് ക്യൂ ചാർജിൻ്റെ കേസിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇവിടെ അകന്ന് പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പാൻഡ് ചെയ്ത് അങ്ങനെ പോകും. ഇവിടെ നമുക്ക് മോർ ഡെൻസർ ആയിട്ട് ഈ സർഫസ് ഇങ്ങനെ വരയ്ക്കാം. ഈ രീതിയിലായിരിക്കും ഒരു ഡയപോളിൻ്റെ കേസിൽ അവിടുത്തെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അടുത്ത് നിൽക്കും. ഇവിടെ അകന്ന് പോകുന്നതുകൊണ്ട് ഇവിടെ വിട്ടുപോകും. അതേപോലെ തന്നെ ഇവിടെ കൂടുതൽ അടുത്ത് വരും, ഇവിടെ അകന്നു പോകും. ഇവിടെ വരുന്ന സമയത്ത് കൂടുതൽ അടുത്ത് വരും. ഇങ്ങനെ ഈ രീതിയിലായിരിക്കും ഒരു ഡയപോളിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് എഴുതാനുള്ളത് ഒരു രണ്ട് ഐഡന്റിക്കൽ ചാർജസ് ആണ് എടുക്കണമെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നോക്കേണ്ടത്. റിപ്പൽഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ റിപ്പൽഷൻ കാണാം. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഇവിടെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഡെൻസറായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ ഇതിനും നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ ഡെൻസറായിട്ട് ഫീൽ ചെയ്യും. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അത് വിട്ടു വിട്ടു പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് അത് ദിസ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഐഡന്റിക്കൽ ചാർജസ്. അപ്പം ഒരു ഡയപോൾ ആവുന്ന സമയത്ത് നമുക്കറിയാം പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ ചാർജ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ സർഫസ് എന്ന് പറയുന്നത് കൂടുതൽ ഡെൻസറായിട്ട് അനുഭവപ്പെടും. പക്ഷെ ഒരു ഐഡന്റിക്കൽ ചാർജ് ആയതുകൊണ്ട് ഇവയ്ക്കിടയിൽ എന്താണ് റിപ്പൽഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സർഫസ് അകന്ന് പോകും. പക്ഷേ ഈ സൈഡിൽ വരുന്ന സമയത്ത് മോർ ഡെൻസർ ആയിട്ടായിരിക്കും കാണാൻ സാധിക്കുക. ഈ രീതിയിലാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നമ്മൾ റെപ്രസെൻറ്റേഷൻ നടത്തുന്നത്. അപ്പം ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പൊട്ടൻഷ്യൽ റിമെയിൻസ് ദ സെയിം ത്രൂ ഔട്ട് ദ സർഫസ്. 3 ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് പഠിച്ചു. That is work done to move a charge upon an equipotential surface is 0. രണ്ടാമത് electric field is perpendicular to the equipotential surface. മൂന്നാമതായി പറഞ്ഞത് two equipotential surface never intersect. പിന്നെ അതിൻ്റെ 4 കേസ് ഓഫ് റെപ്രസെൻറ്റേഷൻ. ഒരു പോയിന്റ് ചാർജ് പ്ലസ് ക്യൂ ചാർജ് അതേപോലെ മൈനസ് ക്യൂ ചാർജിന് മാത്രമാണെങ്കിൽ എങ്ങനെയായിരിക്കും അവിടുത്തെ റെപ്രസെൻറ്റേഷൻ. ഒരു ഡയപോൾ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ റെപ്രസെൻറ്റേഷൻ, അതുപോലെ തന്നെ ഐഡന്റിക്കൽ ചാർജസിനുള്ള റെപ്രസെൻറ്റേഷൻ. ഇത്രയാണ് ഈ ടോപ്പിക്കിനകത്ത് കൃത്യമായി പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. നമ്മൾ 2 ഇക്വേഷൻസിലൂടെ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമായിരുന്നു. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഈസിക്കൽ ടു 1/4πε0 Q/r². അപ്പോൾ അകലം കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. ആൻഡ് എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് V = 1/4πε0 Q/r. അകലം കൂടും തോറും അവിടുത്തെ പൊട്ടൻഷ്യലും കുറയും എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി ഇവിടെ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ എന്നുള്ളതാണ് നമുക്ക് അടുത്ത ടോപ്പിക്കിലൂടെ പഠിക്കാനുള്ളത്. ഇതിനു വേണ്ടി നമ്മളൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ഒരു ചാർജ് ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ചാർജ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡയറക്റ്റ്. നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വർക്ക് ചെയ്യണം. ദാറ്റ് ഈസ് ദ എക്സ്റ്റേണൽ ഏജൻറ്റ്. അപ്പോൾ വർക്ക് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ക്യൂ ചാർജിനെ എന്ന പോയിന്റിൽ ഒരു പോയിന്റ് ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്യൂ ചാർജ് ഈ ഫീൽഡിൽ എക്സിസ്റ്റ് ചെയ്യുമ്പം അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദ എക്സ്പ്രഷൻ ഫോർ field that is equal to F/Q or F is equal to QE എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി നമ്മളൊരു വർക്ക് ചെയ്യണം. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ചാർജിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ വി ഹാവ് ടു ഡു എ വർക്ക്.
ആ കാണാനുള്ള വർക്കിനുള്ള ഇക്വേഷൻ നമുക്കറിയാം. വർക്ക് W ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു ചെറിയ ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യുന്നത്. സോ ലെറ്റ് ഇറ്റ് ബി dr. ഇനി ഫോഴ്സിനുള്ള ഇക്വേഷൻ നമുക്കറിയാം F ഇസിക്കൽ ടു QE എന്നാണ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാർജിന് വിത്തൗട്ട് ആക്സലറേഷൻ വി ആർ മൂവിങ്, അല്ലേ? അപ്പോൾ മൂവ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ എഗെയിൻസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയതുകൊണ്ട് നമുക്ക് എഴുതാം F ഇസിക്കൽ ടു മൈനസ് QE ഇൻറ്റു dr എന്ന് എഴുതാം. ഇനി നമ്മൾ ഇങ്ങനെ ഒരു സർഫസ്, ഇതൊരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണ്, സെയിം പൊട്ടൻഷ്യൽ. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നമ്മൾ ചാർജിനെ മൂവ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഇവിടുത്തെ പൊട്ടൻഷ്യൽ A ആണ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ B ആണെന്നുണ്ടെങ്കിൽ V is equal to VA minus VB, അല്ലേ? ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ dV ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ അതിൻ്റെ ടേംസിൽ വർക്ക് കാണാൻ നമ്മളൊരു ചെറിയ വർക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ dW, അല്ലേ? dW ഈസ് ഈക്വൽ ടു Q ഇൻറ്റു dV എന്ന് എഴുതാം, അല്ലേ? Q ഇൻറ്റു dV. ഇനി രണ്ടും വർക്കിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇത് തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് QE ഇൻറ്റു dr ഈസ് ഈക്വൽ ടു Q ഇൻറ്റു dV എന്ന് എഴുതാം. ഇതിൽ നിന്ന് Q ക്യാൻസൽ, E ഈസ് ഈക്വൽ ടു മൈനസ് dV ഡിവൈഡഡ് ബൈ dr എന്ന് കിട്ടും. ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് potential gradient. dV by dr is called a potential gradient. അപ്പോൾ നമുക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ വർക്ക് ചെയ്യണം. ആ വർക്കിന് കറസ്പോണ്ടിങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ചാർജിനെ മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് മൈനസ് QE ഇൻറ്റു dr. ഇനി പൊട്ടൻഷ്യലിൻ്റെ ടേംസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു Q ഇൻറ്റു dV. രണ്ടും വർക്ക് ഡൺ ആണ്, അതുകൊണ്ട് തന്നെ ഇക്വേറ്റ് ചെയ്താൽ ഈസ് ഈക്വൽ ടു മൈനസ് dV ബൈ dr. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? ഈ പൊട്ടൻഷ്യൽ, അല്ലെ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതാണ്. ഈ പൊട്ടൻഷ്യൽ അലോങ് ദിസ് ഡിറക്ഷൻ ആണ്, അല്ലെ? അകലം ഓരോ പോയിന്റും ഇങ്ങനെ കൂടി വരുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിന് ഇൻറ്റൻസിറ്റി കുറയും. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ആൾസോ ഡിക്രീസസ്. അതാണ് ഈ നെഗറ്റീവ് സൈൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ദിസ് നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് ദ പൊട്ടൻഷ്യൽ ഡിക്രീസസ് എന്നുള്ളതാണ്. So this is given by the equation is equal to minus dV by dr. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് രണ്ട് ടോപ്പിക്ക്, ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആൻഡ് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ.